മലപ്പുറം ചീക്കോട് മേപ്പറ്റ മലയിലെ ചെങ്കൽ ഖനനത്തിനെതിരെ പ്രദേശവാസികൾ ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് മല ഇടിഞ്ഞു വീഴുമെന്ന ഭീഷണിയുണ്ടായ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെയാകെ ഉദ്യോഗസ്ഥർ ഒഴിപ്പിച്ച പ്രദേശത്താണ് ഇപ്പോൾ ക്വാറി പ്രവർത്തനം തുടരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് പ്രദേശവാസികൾ തയ്യാറെടുക്കുന്നത്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും നാടുകളിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. ഇന്ന് ചീക്കോട് പഞ്ചായത്തിലെ മേപ്പറ്റമല ഭാഗങ്ങളിലാണ് നമ്മളുള്ളത്. ഇവിടെ നിരവധിയായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കോറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടുത്തെ പ്രദേശത്തുകാർ ഉന്നയിക്കുന്നത്. പ്രധാനമായും അവർ ഈ കോറി വിഷയത്തിലൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ വിഷയമായി പ്രതികരിക്കുന്നതിന് വേണ്ടി ചീക്കോട് പഞ്ചായത്തിലെ ഈ മേപ്പറ്റ മലയുടെ താഴ്വാരത്ത് ജീവിക്കുന്ന നിരവധിയായ കുടുംബങ്ങൾ നമ്മോട് ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കുകയാണ്. എന്താണ് സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? ഒരു സമരസമിതി, ജനകീയ സമരസമിതിയോട് രൂപീകരിക്കാൻ പോവുകയാണ്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായിട്ട് സമരസമിതിയിൽ പങ്കാളികളാണ്. മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ഏകദേശം 200-250ഓളം വീട്ടുകാരും ഇവിടുത്തെ പ്രദേശവാസികളും വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏത് രാഷ്ട്രീയ പ്രതിനിധി ഇങ്ങോട്ട് വരികയാണെങ്കിലും അദ്ദേഹത്തെ ഈ പ്രദേശത്തേക്ക് തന്നെ കടക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു സമരമുറക്കാണ് ഇപ്പോഴത്തെ പ്രദേശവാസികൾ സജ്ജമായിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ നിവേദനങ്ങളും കളക്ടർക്കടക്കം വില്ലേജ് ഓഫീസർക്കടക്കമുള്ള നിവേദനങ്ങൾ കൊടുത്ത് ഇതിൻ്റെ പിന്നാലെ പോയിട്ടും ഈ ഖനനം നടത്തുന്ന ശക്തി എന്ന് പറയുന്നത് ഉന്നത തലങ്ങളിലുള്ള വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവർ എല്ലാവിധ പേപ്പറുകളെയും നിഷ്കാസനം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ചീക്കോട് പഞ്ചായത്തിലെ 8, 9, 10, 11 വാർഡുകളിൽ 4 വാർഡുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ സ്ഥലമാണിത്. ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രളയ സമയത്ത് ഏതാണ്ട് 25 വീടുകളോളം മാറ്റിപ്പാർപ്പിച്ച വില്ലേജ് ഓഫീസർമാർ തന്നെ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അതിൽ ഉപരിയായിട്ട് ഇവരുടെ ശ്മശാനം അത് കയ്യേറിയും കൊണ്ട് റോഡ് വെട്ടാൻ പോകുന്നത് ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കാമെന്നത് ഇവർ തീരുമാനിച്ച വിഷയമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ മേപ്പറ്റമല ഖനനം ചെയ്താൽ ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്, ഞങ്ങളുടെ ഞങ്ങളുടെ ആ മലയുടെ തൊട്ട് താഴെയുള്ളവരാണ്. ഞങ്ങൾക്ക് പ്രായമായ അച്ഛനമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. ഞങ്ങൾ ജനിച്ചപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ, ഞങ്ങളുടെ സ്വത്ത്, ജീവൻ, ഇതൊക്കെ ഞങ്ങൾക്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ സാധ്യമല്ല. പിന്നെ ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനൊക്കെ നേതൃത്വം നൽകി ഞങ്ങളുടെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തു തരുന്ന അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. അല്ലാതെ ഞങ്ങൾക്ക് പാർട്ടി അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു പ്രദേശത്തെ 100-300ഓളം കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ ആ 100-300ഓളം കുടുംബങ്ങൾക്ക് ജീവനോ സ്വത്തിനോ ഒരു സംരക്ഷണവും ഇല്ലാതെ പണത്തിൻ്റെ മാത്രം ഹുങ്കിൽ അധികാരികൾക്ക് കൈക്കൂലിയും മറ്റു വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് അവർ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ മല ഇന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ എന്ത് പോരാട്ടത്തിന് പോകേണ്ടി വന്നാലും ആ പോരാട്ടത്തിന് പോകാൻ ഈ നിൽക്കുന്ന യുവത്വം, ഞങ്ങൾ ഈ നാട്ടിലെ ഒരുപാട് പറ്റം ക്ലബ്ബും മറ്റ് സംഘടനകളും വളരെ എന്തൊരു പ്രവർത്തനത്തിനും ആർജവമായി മുന്നിട്ട് നിൽക്കുമെന്ന് ഈ ക്ലബിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടികളും ഇതിലേക്ക് വരുന്നില്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് ഇതുവരെയുള്ള തീരുമാനം. ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ മുന്നോട്ട് വരുന്നത്, ആരാണോ മുന്നോട്ട് വരുന്നത്, അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യണേ നമ്മളെ അവകാശങ്ങൾ നേടാനല്ലേ. നമുക്ക് അവകാശങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചത്. ഈ വിഷയം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ പറഞ്ഞത് ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളെന്നും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവിധ പിന്തുണകളും എല്ലാവിധ പാർട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ യുവാക്കൾ എല്ലാവിധത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും സജ്ജരാണ് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ഈ കാര്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ചീക്കോട് നിന്നും വിബി തടത്തിലിനൊപ്പം അഹമ്മദ് മുജ്തബ, മീഡിയ 1, മലപ്പുറം.